എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആ കാണുന്നതാണ് ടാറിംഗ് റോഡ്. അത് തന്നെയാണ് ബസ് റൂട്ട്. ബസ് റൂട്ടിൽ നിന്നും ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലേക്കായി ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ വഴിയുള്ള വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒന്നോ രണ്ടോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ദീർഘചതുര പ്ലോട്ടിലാണ് റോഡ് സൈഡിലേക്ക് നല്ല രീതിയിൽ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സാധാരണക്കാർക്ക് ഉതകുന്ന ബഡ്ജറ്റിലുള്ള ഒരു പുതിയ വീട്, 3 ബെഡ്റൂമിൻ്റെ പുതിയ വീട് വിൽപ്പനയ്ക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീടിൻ്റെ മുൻവശത്ത് തന്നെ മുറ്റത്ത് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാൾ ഗേറ്റോട് കൂടിയിട്ടുള്ള പുതിയ വീടാണ്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. എന്നിരുന്നാലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലുള്ള ഫ്രണ്ട്സ് ആൻഡ് റിലേഷനിൽ പെടുന്ന ആളുകൾക്ക് സ്ഥലം വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ സ്ഥലം വിൽക്കുന്നതിനോ വീട് വിൽക്കുന്നതിനോ ഉള്ള പരിചയമുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളയം കൂട്ടാല പ്രദേശത്താണ്. മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും 10 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ, അതുപോലെ തന്നെ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, മണ്ണുത്തി സെൻറ്ററിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ, അതുപോലെ തന്നെ പൂച്ചട്ടി സെൻറ്ററിൽ നിന്നും 5 കിലോമീറ്റർ ഡിസ്റ്റൻസും, നാഷണൽ ഹൈവേയിൽ നിന്നും തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിൽ നിന്നും വെറും 3.5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ലിവിങ് ഹാളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഒറ്റ നിലയിലാണ് വീട് ഉള്ളത്. കോണി പുറത്തുനിന്നാണ് കോണി കൊടുത്തിട്ടുള്ളത്. 3 ബെഡ്റൂമുണ്ട്. ആ 3 ബെഡ്റൂമും അറ്റാച്ചഡ് ആണ്. ഈ വീടിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് 4.4 സെൻറ്റ് സ്ഥലത്തിലാണ് 1005 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിൻ്റെ പുതിയ വീട് ഉള്ളത്. ഇത് ഡൈനിങ് റൂം കാര്യങ്ങളാണ്. ഓപ്പൺ കിച്ചൺ സംവിധാനം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ തന്നെ ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സെമി ഫർണിഷ്ഡ് വീടാണ്. 1005 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പണിയുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ലിവിങ് ഹാളായാലും ഡൈനിങ് ഹാളായാലും അതുപോലെ തന്നെ ബെഡ്റൂമുകളായാലും, ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ്. അത്ര ചെറുതുമല്ല, എന്നാൽ അത്ര വലുതല്ല. ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടി 1005 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഒതുക്കി പണിതിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ സ്ഥല സൗകര്യങ്ങളും വീടിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ വർക്ക് നടത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീട് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. വീടിൻ്റെ മുൻപിലുള്ള സിറ്റ് ഔട്ടിലുള്ള പില്ലറിലൊക്കെ ടെക്സ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൂറ പാനൽ ഉപയോഗിച്ചിട്ടാണ് പാനൽ വർക്ക് TV യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ വാഷ് ഏരിയയുടെ വർക്കൊക്കെ നടത്തിയിട്ടുള്ളത്. അതുപോലെ സീലിങ്ങിലാണെങ്കിൽ ജിപ്സം ബോർഡ് വിത്ത് വുഡൻ സീലിംഗ് വർക്കും കൂടി നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒപ്പം മിറർ ഉൾപ്പെടെ അത്യാവശ്യം ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ അവിടെ നിന്നും ആരാധനാലയങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ, അമ്പല പരിസരത്തേക്ക് 1/2 കിലോമീറ്റർ, മുസ്ലിം പള്ളി 1 കിലോമീറ്റർ, അതുപോലെ തന്നെ സെൻട്രൽ CBSE സ്കൂളിലേക്ക്, ജീവൻ ജ്യോതി സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, അതുപോലെ തന്നെ ഡോൺ ബോസ്കോ സ്കൂള് ICIC സിലബസും സ്റ്റേറ്റ് സിലബസുമായിട്ടുള്ള ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് ഏകദേശം 3.5 കിലോമീറ്റർ, ഡോൺ ബോസ്കോ കോളേജിലേക്ക്
6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. അതുപോലെ മുളയം കൂട്ടാല ബസ് റൂട്ടിൽ നിന്നും വെറും 10 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ്. തൊട്ടപ്പുറത്തുള്ള ഗ്രോസറി കടകളും അതുപോലെ വെജിറ്റബിൾ കടകളും ഷോപ്പുകളൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഈ പുതിയ വീടിന് 4.4 സെൻറ്റ് സ്ഥലത്തിൽ 1005 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം, ആ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലിവിങ്, ഡൈനിങ്, അതുപോലെ തന്നെ 3 ബെഡ്റൂം, കിച്ചൺ, വർക്ക് ഏരിയ ഉള്ള ഈ പുതിയ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 42 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ്. വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് കിണറുണ്ട്, പറ്റാത്ത രീതിയിലുള്ള കിണറുണ്ട്. എന്നിരുന്നാലും പൈപ്പ് കണക്ഷൻ കൂടി ഇതിൻ്റെ കൂടെ വീടിൻ്റെ നമ്പർ ഉൾപ്പെടെ പൈപ്പ് കണക്ഷൻ കൂടി ഓണർ എടുത്ത് തരുന്നതാണ്. 42 ലക്ഷം രൂപയാണ് പറയുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. അതിൽ പൈപ്പ് കണക്ഷനും വീടിൻ്റെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓണർ ചെയ്തു തരുന്നതാണ്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ 1005 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം എന്ന് പറയുമ്പോൾ ബെഡ്റൂമിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം ബെഡ്റൂമുകൾ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് 10.5 x 13 135 സ്ക്വയർ ഫീറ്റാണ്. അതുപോലെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് 10.5 x 12 125 സ്ക്വയർ ഫീറ്റിലാണ്. മറ്റൊരു ബെഡ്റൂം വരുന്നത് ഏകദേശം 10 x 10 ആണ്. അത് 100 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. ലിവിങ് ഹാളാണെങ്കിൽ 11 x 11, ഡൈനിങ് ഹാളാണെങ്കിൽ ഏകദേശം 10 x 13, കിച്ചൺ 9 x 9. അതുപോലെ തന്നെ വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അവിടെ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ഇടാനുള്ള അടുക്കള ഏകദേശം 9 x 9 ആയ കാരണം ആ ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി ഇടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ്. വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടം വരെ ബാക്കിൽ നിന്ന് ഇറങ്ങുന്ന വഴി വരെ ഇൻ്റർലോക്ക് വിരിച്ച് നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി ബാലൻസ് ഭാഗത്ത് ബേബി മെറ്റലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ എടുത്തിട്ട് നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. റെഡി ടു മൂവ് ആയിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ ഈ വീടിന് ലോൺ ഫെസിലിറ്റി ഉള്ള ഒരു വീടാണ്. എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ്. കിച്ചൻ്റെ കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇപ്പോഴത്തെ പുതിയ മോഡലിൽ ഈ ഭാഗമാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇടാം. അതല്ലെങ്കിൽ ഫ്രിഡ്ജ് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ ഏകദേശം ഡൈനിങ് ഹാൾ വരുന്നത് 10 x 13 ആണ്. അത് അത്യാവശ്യം വലിപ്പത്തിലുണ്ട്. ഫ്രിഡ്ജ് വേണമെങ്കിൽ അവിടേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ വർക്ക് ഏരിയ കാര്യങ്ങൾ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കോണി പുറത്തുനിന്നാണ്. ബാക്ക് സൈഡിൽ ഒരു മൂലയിലോട് ചേർന്ന് ഒതുക്കിയിട്ടാണ് കിണറും കാര്യങ്ങളൊക്കെ പണിതിട്ടുള്ളത്. വീടിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീട് തന്നെയാണ്. അവർക്ക് ഉതകുന്ന ബഡ്ജറ്റ് 42 ലക്ഷം രൂപയിലാണ് ഈ വീട് ഓണർ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.